ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും സുമീസ് കിച്ചണിലേക്ക് സ്വാഗതം. ഇന്ന് എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റുന്ന ഒരു മോരുകറിയുടെ റെസിപ്പി ആയിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. അതിനുവേണ്ടി ഞാൻ ഇവിടെ 2 കപ്പ് നല്ല പുളിയുള്ള തൈരാണ് എടുത്തിരിക്കുന്നത്. അതിലേക്ക് അത് നന്നായിട്ട് ഞാൻ ടീസ്പൂൺ കൊണ്ട് ഉടച്ചു വെച്ചിരിക്കുന്നതാണ്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഇത് മിക്സിയുടെ ജാറിലിട്ടിട്ട് നന്നായിട്ട് ഒന്ന് അടിച്ചെടുക്കാം. ഞാൻ ഇപ്പം നല്ല തിക്കായിട്ടാണ് ഇത് എടുത്തിരിക്കുന്നത്. ലൂസായിട്ട് വേണ്ടവർക്ക് ഇതിലേക്ക് വെള്ളം ഒഴിച്ചിട്ട് മിക്സിയുടെ ജാറിൽ അടിച്ചെടുക്കാം. പിന്നെ നമുക്കിതിലേക്ക് വേണ്ടത് വെളിച്ചെണ്ണ, ഉപ്പ്, ഉലുവ, മഞ്ഞൾപ്പൊടി, പിന്നെ വേണ്ടത് മുളക് പൊടി, കടുക്. പിന്നെ അവിടെ 3 പച്ചമുളക് എടുത്തിട്ടുണ്ട്, ഒരു നെടുകെ കീറി വെച്ചിരിക്കുന്നത്. അതേപോലെ തന്നെ ഇഞ്ചി, കറിവേപ്പില. ഇനി എങ്ങനെയാണ് ഈ കറി ഉണ്ടാക്കുന്നതെന്ന് നമുക്ക് നോക്കാം. അപ്പോൾ നമുക്ക് മോരുകറി ഉണ്ടാക്കാൻ തുടങ്ങാം. അതിനുവേണ്ടി ഞാനൊരു പാത്രം അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അതിപ്പോൾ ഞാൻ ഗ്യാസ് ഓൺ ചെയ്തിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിന് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. ഞാനിവിടെ 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണയാണ് എടുത്തിരിക്കുന്നത്. ഈ വെളിച്ചെണ്ണ നന്നായിട്ട് ചൂടായിട്ട് വരട്ടെ. അപ്പോൾ നമ്മുടെ വെളിച്ചെണ്ണ നന്നായിട്ട് ചൂടായിട്ട് വന്നിട്ടുണ്ട്. ഇതിലേക്ക് 1/2 ടീസ്പൂൺ കടുക് ഇട്ട് കൊടുക്കാം. അത് നന്നായിട്ട് പൊട്ടി വരട്ടെ. ഇപ്പോൾ നമ്മുടെ കടുകൊക്കെ നന്നായിട്ട് പൊട്ടി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഉലുവ ചേർത്ത് കൊടുക്കാം. ഞാൻ ഇവിടെ 2 നുള്ളി ഉലുവ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇത് ഒന്ന് പൊട്ടി വരട്ടെ. നേരത്തെ ഞാൻ വറ്റൽമുളക് ഇടുന്ന കാര്യം പറയാൻ വിട്ടുപോയിരുന്നു. അപ്പോൾ ഞാൻ 3 വറ്റൽമുളകാണ് എടുത്തിരിക്കുന്നത്. അത് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. അതൊന്ന് പൊട്ടി വരട്ടെ. ഇനി നമുക്കിതിലേക്ക് നിറയെ കറിവേപ്പില ഇട്ട് കൊടുക്കണം. കറിവേപ്പില ഇടുമ്പോൾ കുറച്ചധികം ചേർക്കുമ്പോൾ നമ്മുടെ മോരുകറിക്ക് നല്ലൊരു ടേസ്റ്റാണ്. അപ്പോൾ അതൊന്ന് വഴണ്ടി വരട്ടെ. ഇനി നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത് പച്ചമുളകും ഇഞ്ചിയാണ്. ഞാൻ ഒരു ചെറിയ കഷ്ണം ഇഞ്ചി നീളത്തിൽ അരിഞ്ഞത് ഇട്ട് കൊടുക്കുന്നുണ്ട്. അതേപോലെ തന്നെ 3 പച്ചമുളകാണ് ഇട്ടിരിക്കുന്നത്. അത് നമ്മുടെ എരിവിനനുസരിച്ച് വ്യത്യാസം വരുത്താം. അപ്പോൾ നമ്മൾ ഇഞ്ചിയും പച്ചമുളകും ഒക്കെ ഇടുമ്പോൾ നമ്മുടെ തീ കുറച്ച് വയ്ക്കാൻ ശ്രദ്ധിക്കണം. അതല്ലെങ്കിൽ പച്ചമുളക് ഇതിലേക്ക് ഇടുമ്പോൾ പൊട്ടിത്തെറിക്കാൻ സാധ്യതയുണ്ട്. അതുകൊണ്ടാണ് തീ കുറച്ച് വയ്ക്കാൻ പറയുന്നത്. അതൊന്ന് അതൊക്കെ വഴണ്ടി വരട്ടെ. ഇനി നമ്മൾ വേറെ പൊടികളൊന്നും ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നില്ല. മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും മാത്രമാണ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ നമുക്ക് ഇതിലേക്ക് ഈ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. ഞാൻ ഇവിടെ 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയാണ് എടുത്തിരിക്കുന്നത്. അത് ചേർത്ത് കൊടുക്കാം. അതേപോലെ തന്നെ 1/4 ടീസ്പൂൺ മുളക് പൊടിയും ചേർത്ത് കൊടുക്കുന്നുണ്ട്. മുളക് പൊടി നിർബന്ധമൊന്നുമില്ല, പക്ഷേ ഒരു കളർ കിട്ടാൻ വേണ്ടി അത് ചേർക്കുന്നത് നല്ലതായിരിക്കും. അപ്പോൾ അതൊന്ന് മൂത്ത് വരട്ടെ. നമുക്കിതൊന്ന് ഇളക്കി കൊടുക്കാം. അപ്പം ഇതൊന്ന് മൂത്ത് വരുമ്പോഴേക്കും നമുക്ക് തൈര് ഒഴിച്ച് കൊടുക്കാനുള്ളതാണ്. അപ്പോൾ ഇതൊന്ന് മൂത്ത് വരട്ടെ. ഇനി നമുക്ക് ഇതിലേക്ക് നേരത്തെ നമ്മൾ ടീസ്പൂണോട് നന്നായിട്ട് ഉടച്ചു വെച്ചിരിക്കുന്ന തൈര് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. നിങ്ങൾക്ക് ഇത് വേണമെങ്കിൽ നേരത്തെ പറഞ്ഞ പോലെ മിക്സിയുടെ ജാറിലിട്ടിട്ട് അടിച്ചെടുക്കാം. അതല്ലെങ്കിൽ ടീസ്പൂൺ ഉപയോഗിച്ച് തന്നെ ചെയ്യാം. നിങ്ങൾക്ക് ഇതിലേക്ക് കുറച്ചും കൂടി ചാറ് വേണമെന്നുള്ളവരാണെങ്കിൽ കുറച്ച് വെള്ളം ചേർത്തിട്ട് അടിച്ചിട്ട് ഇതിലേക്ക് ഒഴിക്കാം. ഞാനിപ്പോൾ കുറച്ച് തിക്കായിട്ടാണ് എനിക്കിഷ്ടം. അതുകൊണ്ട് ഞാൻ വെള്ളം ഒന്നും എക്സ്ട്രാ ചേർക്കുന്നില്ല. ഈ ഇതിലാണ് വെള്ളമൊന്നും ചേർക്കാത്ത തിക്കായിട്ട് തന്നെയാണ് ഞാൻ എടുക്കുന്നത്. ഇപ്പം നമ്മുടെ കറി അധികം തിളക്കേണ്ട ആവശ്യമൊന്നുമില്ല. അപ്പം അധികം ചൂടായാൽ മതി. അതിലേക്ക് ചിലപ്പോൾ പിരിഞ്ഞു പോകാൻ അധികം ഇട്ട് തിളപ്പിക്കുമ്പോൾ ചിലപ്പോൾ തൈര് പിരിഞ്ഞു പോകാൻ സാധ്യതയുണ്ട്. ഇതിലേക്ക് നമുക്ക് ഉപ്പ് ഇട്ട് കൊടുക്കാം. നേരത്തെ നമ്മൾ ഉപ്പ് ഇട്ടിട്ടുണ്ടായില്ല. ആവശ്യത്തിന് ഉപ്പ് ഇട്ട് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഇതൊന്ന് ചൂടായിട്ട് വരട്ടെ. അപ്പോൾ ഞാൻ ഇവിടെ 240 ml കപ്പിൽ 2 കപ്പ് നല്ല പുളിയുള്ള തൈരാണ് എടുത്തിരുന്നത്. അപ്പോൾ ഇനി അവസാനമായിട്ട് ഞാൻ അതിലേക്ക് കുറച്ച് പഞ്ചസാര ചേർത്ത് കൊടുക്കുന്നുണ്ട്. തികച്ചും ഓപ്ഷണലാണ്. ഒരു നിർബന്ധമില്ല ഇത് ചേർക്കണമെന്ന്, പക്ഷെ ചേർത്ത് കൊടുത്ത ഒരു പ്രത്യേക ടേസ്റ്റാണ്. എന്നിട്ട് നമ്മൾ നന്നായിട്ട് കറിയൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഗസ്റ്റൊക്കെ വരികയാണെങ്കിൽ ഒരു പെട്ടെന്ന് ഉണ്ടാക്കി കൊടുക്കാൻ പറ്റുന്ന ഒരു കറിയാണ്. അപ്പോൾ എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ ഇതൊന്ന് ചൂടായി വരുമ്പോൾ നമുക്ക് ഓഫ് ചെയ്യാം. ഇപ്പം നമ്മുടെ കറി ഒന്ന് ചൂടായിട്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്യാം. അപ്പോൾ ഇത്രയേ ഉള്ളൂ, നമ്മുടെ മോരുകറി ഇവിടെ റെഡി ആയി കഴിഞ്ഞു. അപ്പോൾ എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ താഴെ കമൻറ്റ് ബോക്സിൽ അറിയിക്കുകയും വേണം. അപ്പോൾ അതേപോലെ തന്നെ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും അതുപോലെ തന്നെ നിങ്ങളുടെ ഫ്രണ്ട്സായിട്ട് ഇതൊക്കെ ഷെയർ ചെയ്യാനും എൻ്റെ വീഡിയോ ആദ്യമായിട്ടാണ് നിങ്ങൾ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. താങ്ക്